സ്വയം തുടങ്ങുന്നതും ഇൻഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മാങ്ങ തന്നെ പഴുക്കണോ അതോ പഴുപ്പിക്കണോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ റീസെന്റ് ഒരു മെറ്റസെൻട്രിക് ട്രയൽ വന്നിട്ടുണ്ട്, അറൈവ് ട്രയൽ എന്നാണ്. അപ്പൊ അറൈവ് ട്രയലിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പോണ്ടേനിയസ് ഓൺസെറ്റ്, അതായത് ഡെലിവറി പ്രസവം സ്വയം തുടങ്ങുന്നതും ഇൻഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ്, അതായത് പ്രസവം ആക്കാനായിട്ട് 39 ആഴ്ചയിൽ നമ്മൾ ട്രൈ ചെയ്യുന്ന പേഷ്യൻസിന് ഡെലിവറി റേറ്റ് സിസേറിയനിലേക്ക് പോകാനുള്ള ചാൻസ് ആണല്ലോ എല്ലാവരും പറയുന്നത്. ആ റേറ്റ്സ് കുറവാണെന്നാണ് കണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ കുഞ്ഞുങ്ങൾ ICUലാവുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയി പ്രസവിപ്പിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് വരുന്നു എന്നുള്ള പ്രോബ്ലംസും അറൈവ് ട്രയലിൽ പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് അത് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. In 39 weeks. At 39 plus weeks.